റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് ശ്രദ്ധിച്ചു കേൾക്കണം, നല്ല വസ്ത്രം ഇടുക, നല്ല ചെരുപ്പ് ധരിക്കുക, ബ്രാൻഡ് സാധനം വാങ്ങിക്കുക, അതിനൊക്കെ വല്ല കുഴപ്പമുണ്ടോ എന്നൊരാൾക്ക് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മറുപടി ഈ ഹദീസിലുണ്ട്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ കിബ്രിൻ. അഹങ്കാരം ഒരു ആറ്റത്തിന്റെ അത്ര, ആറ്റം എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണുകൊണ്ട് കാണാത്ത സാധനം, അത്ര ചെറിയ അഹങ്കാരം ഒരു മനുഷ്യന്റെ ഖൽബിലുണ്ടെങ്കിൽ ആ മനുഷ്യന് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ ഖാലൂ, സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അഹങ്കാരം എന്ന് പറയുന്നത് അഹദുനാ യുഹിബ്ബു അൻ യകൂന തൗബുഹു ഹസന, നല്ല വസ്ത്രം ധരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടാറുണ്ട്, മുന്തിയ വസ്ത്രങ്ങൾ, വനഅലുഹു ഹസന, നല്ല ചെരുപ്പുകൾ ധരിക്കുന്നവരാണ് ഞങ്ങൾ, നല്ല വസ്ത്രവും നല്ല ചെരുപ്പും, അതിനോട് ബാക്കിയുള്ളതൊക്കെ ഉപയോഗിച്ചോളൂ. ഈ നല്ല സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നബിയെ അതാണോ അഹങ്കാരം എന്നുകൊണ്ട് അങ്ങ് ഉദ്ദേശിച്ചത്? അപ്പൊ നബി തങ്ങളുടെ മറുപടി, ഇത് അഹങ്കാരമല്ല, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു സൗന്ദര്യമുള്ളവനാണ്, സൗന്ദര്യം അല്ലാഹുവിന് ഇഷ്ടമാണ്. അപ്പോ താടിമുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊണ്ടു നടക്കുക, തലമുടി എണ്ണ തേക്കുക, നെയിലൊക്കെ ഒന്ന് ട്രിം ചെയ്യുക, കട്ട് ചെയ്യുക. ഇങ്ങനെ പൂച്ചകളെ പോലെ നെയിൽ വളർത്തി നടക്കുന്ന ഒരു ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നഖം മുറിക്കൽ പ്രവാചകന്മാർ മുഴുവൻ ലോകത്ത് പഠിപ്പിച്ച ഫിത്രത്തിൽപ്പെട്ടതാണെന്നാണ്. മനുഷ്യന്റെ ശരീരത്തിലെ അൺവാണ്ടഡ് ഹെയറുകൾ റിമൂവ് ചെയ്യുക, ഇതൊക്കെ അമ്പിയാക്കന്മാർ പഠിപ്പിച്ചു പോയ സംഗതികളാണ്. വൃത്തിയായി കൊണ്ടു നടക്കലും ഭംഗിയാവലും, നല്ല വസ്ത്രം, നല്ല ഭംഗിയുള്ളത് വസ്ത്രം, അതിൻ്റെ അലങ്കാരം, അതിന് യാതൊരു വിരോധവും ഇല്ല എന്നാണ്. പിന്നെ എന്താ പ്രശ്നം? ഫഖർ വരരുത്. ഞാൻ മുന്തിയ ആളാണ്, എൻ്റെ അടുത്ത് ബ്രാൻഡുകളാണ്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നല്ലത് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അഹങ്കാരം തോന്നരുത്. ഇത്രയേ അതിൽ വിഷയമുള്ളൂ. തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, നല്ല വസ്ത്രവും നല്ല ചെരുപ്പും ഇടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അതല്ല അഹങ്കാരം. അല്ലാഹു ഭംഗിയുള്ളവനാണ്. ഭംഗിയുള്ള സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഭംഗിയാവുന്നത് ഒന്നും അല്ലാഹുവിന്റെ പ്രശ്നമല്ല. പക്ഷേ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എന്താവരുത്, പുറത്തേക്ക് അന്യ ആളുകളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അന്യ ആളുകൾക്കിടയിൽ ഇടപഴകുന്ന രീതിയിൽ ആവരുത് എന്ന് മാത്രം. നിങ്ങളുടെ ഭംഗി അത് സൂക്ഷിക്കാനുള്ളതാണ്. നിബിധങ്ങൾ പറഞ്ഞു, അൽ കിബ്റു, കിബ്ർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം, അണുമണി തൂക്കമുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞ അഹങ്കാരം. ബതറുൽ ഹഖ്, സത്യം ബോധ്യപ്പെട്ടിട്ട് സത്യം അംഗീകരിക്കാതിരിക്കലാണ്. വഗംതുൻ നാസ്, ജനങ്ങളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാതിരിക്കലുമാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാതിരിക്കുക, ജനങ്ങളോട് അഹങ്കാരത്തോടെ പെരുമാറുക, സത്യം ബോധ്യപ്പെട്ടാൽ അത് അംഗീകരിക്കാതിരിക്കുക, ഈ സ്വഭാവം നിഷിദ്ധമാണ്. എന്നല്ലാതെ വസ്ത്രം നന്നാവലോ ചെരുപ്പ് നന്നാവലോ അഹങ്കാരമല്ല. നിങ്ങൾക്ക് അഭിമാനമുണ്ടായിക്കോട്ടെ, പക്ഷേ അതുകൊണ്ട് അഹങ്കാരം തോന്നരുത്.